നീ ഭക്ഷണം കഴിക്കാൻ തുനിഞ്ഞാൽ രണ്ട് കൈ കഴുകണേ, അത് സുന്നത്തായി വിധിയുണ്ട്. നീങ്ങുന്നതാ ദാരിദ്ര്യവും അതുകൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. ഇരു കൈകളിൽ വിരൽ മാത്രമായി കഴുകുന്നതും അതുപോലെ ഒരു കൈ കഴുകി നീ നിർത്തുന്നതും സുന്നത്തതിൽ ലഭിക്കാത്തതാണെന്നുള്ളതാ. അതുകൊണ്ട് ഇരു കൈ കുഴവരെ കഴുകേണ്ടതാ. ഇത് നിസുനൂഹാത്തൊന്നതിൽ കാണുന്നതാ. 59 വ്യക്തമായി പറയുന്നതാ. നബിയോട് സൽമാൻ ഒരു ദിനം പറയുന്നതായി, തൗറാത്ത് ഞാൻ ഒരു ദിവസമിൽ ഓതുന്നതായി. അപ്പോൾ അതിൽ ഞാൻ കണ്ടു നബിയെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആദ്യത്തിലായി കൈ കഴുകണം, എന്നാൽ അതിൽ ബറക്കത്ത് വന്നെത്തുന്നതാ. ബുസ്താനിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ. അതുപോലെ തന്നെ അവസാനവും കഴുകേണ്ടതാ. നബി തന്നെ സൽമാനോടതും കൽപ്പിച്ചതാ. തിന്നൽ കുടിക്കൽ രണ്ടിനും വലം കയ്യാ. ശൈത്താൻ്റെ പെരുമാറ്റം ഇതിൽ ഇടം കയ്യാ. ചൂടോട് കൂടി നീ ഭക്ഷണം കഴിക്കല്ലേ, നശിക്കുന്നതാ ബറക്കത്തതിൽ മറക്കല്ലേ. അതുപോലെ തന്നതിൽ ഊതലും ശരിയല്ല. കുടിനീരിലായാൽ തന്നെയും പാടില്ല. ശബ്ദം വരാതൂതുന്നതിലായുക്കറഹു എന്നാണ് അബൂ യൂസുഫ് ഇമാമിൻ ഖൗലുഹു. മണപ്പിച്ചു നീ നോക്കുന്നതും ഒഴിക്കേണ്ടതാ. അത് മുസ്തഫായ നബിക്കനിഷ്ടം ഉള്ളതാ. അതുമാത്രമല്ല മൃഗത്തിനുള്ള സ്വഭാവമാ. അതിനാൽ മനുഷ്യനിൽ ഈ സ്വഭാവം മോശമാ. നിനക്കുള്ള വയറു കാലവും നിറക്കല്ലേ, ഒരു 1/3 അതിലെപ്പോഴും നികത്തല്ലേ. ആരോഗ്യവാനായി ജീവിതം നീങ്ങുന്നതാ. അതുമാത്രമല്ല ഇത് ചിന്തകൻ ഉതകുന്നതാ. ആരാധനക്കുതകുന്നതിനായി ഞാനിതാ കഴിക്കുന്നു റബ്ബി എന്നു നീ കരുതേണ്ടതാ. തുടങ്ങുന്നതും നീ ബിസ്മി കൊണ്ടാകേണ്ടതാ. എന്നാൽ അതിൽ ഇബ്ലീസ് സ്പർശിക്കാത്തതാ. മറക്കുന്ന പക്ഷം ഇടയിൽ ഓർത്താൽ ചൊല്ലണം. അത് മുഴുവനും ഉൾക്കൊണ്ട ഫലമെന്നറിയണം. ഓർത്തില്ല ഇടയിൽ എന്നു വന്നാൽ പിന്നെ ഓതേണ്ടതാ നീ ഖുൽ ഹുവല്ലാഹുന്നേ. ഇത് ജാബിറെന്നവരൊരു റിവായത്തുള്ളതാ. അത് കാറിലുണ്ടത് നോക്കിയാൽ കാണുന്നതാ.